നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഡോക്ടർ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സച്ചിയോട് ഇത് പറയാൻ മാനസികമായി എനിക്ക് വിഷമമുണ്ട്. എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. കഴിഞ്ഞ ദിവസം ചെയ്ത അർച്ചനയുടെ 2 ടെസ്റ്റ് റിപ്പോർട്ടുകളും വന്നു. നെഗറ്റീവാണ്. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിരുന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോ എന്ന് പറഞ്ഞ? അതെ, അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. സച്ചിയെ മാത്രം വിളിച്ചു വരുത്തി ഞാനിത് പറഞ്ഞത് അർച്ചന ഒരിക്കലും ഇതറിയരുതെന്ന് കരുതി തന്നെയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാലുള്ള ആഘാതത്തിൽ നിന്ന് അർച്ചനയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ സച്ചി, മനസ്സിലായി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാനിത് അർച്ചനെ അറിയിക്കില്ലായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് അവള് ഒഴിഞ്ഞു പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പോ ഇതുകൂടി അറിഞ്ഞ അർച്ചന ഉടനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് പോയ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ഡോക്ടർ? ആർക്കു വേണ്ടി ജീവിക്കണം? ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെ അവളിൽ നിന്നും മറച്ചു പിടിച്ച് ജീവിക്കുന്ന ടെൻഷന് മനസ്സ് മുഴുവൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. റിസൾട്ട് നെഗറ്റീവായെന്ന് കരുതി തീർത്തും ട്രീറ്റ്മെന്റ് ഉപേക്ഷിക്കണ്ട. ഗർഭിണിയാകുമെന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടരാം. അർച്ചന സച്ചിയെ വിട്ടുപോകുന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞ് ഷോക്കിലാവാം. സച്ചിയെ സ്നേഹിച്ചും സച്ചിയാൽ സ്നേഹിക്കപ്പെട്ടും കഴിയുന്ന അർച്ചന സച്ചിയെ വിട്ട് എവിടെ പോവാന്? ഞാൻ സച്ചിയോടൊരു കാര്യം പറയാം. ജീവിതത്തിന്റെ അവസാനമാക്കല്ല ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലെ ഒരു ഭാഗം മാത്രം. എന്നും എപ്പോഴും എന്ത് കാര്യത്തിനും നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റെന്തെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാനും സംസാരിക്കാനും ഉണ്ട്. അതുകൊണ്ട് സച്ചിയും അർച്ചനയും സംസാരിക്കുന്നതിനിടയിൽ കഴിവതും ഈ മാറ്റർ ഒഴിവാക്കണം. അർച്ചന ഇത് സംസാരിച്ച് വന്ന സച്ചിയായിട്ട് തന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയണം. അർച്ചനയുടെ മനസ്സ് മാറ്റിയെടുക്കണം. തീർത്തും അർച്ചനയെ സച്ചി സ്നേഹിക്കുന്നതിനിടയിൽ, അർച്ചന അത് അനുഭവിക്കുന്നതിനിടയിൽ കുഞ്ഞെന്നൊരു ചിന്ത അർച്ചനയിൽ നിന്നും പതിയെ അകലാൻ തുടങ്ങും. നിങ്ങളെപ്പോലെ ധാരാളം ആളുകളുണ്ട് സച്ചി നമുക്ക് ചുറ്റും. പരസ്പര സ്നേഹത്തിൽ ഇതൊക്കെ മറന്നു ജീവിക്കുന്നവർ. കുറെ നാൾ കഴിയുമ്പോ അർച്ചനയും ആ ട്രാക്കിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഡോപ്ഷനെ പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വളർന്ന ചുറ്റുപാടും സാഹചര്യമൊക്കെ കൊണ്ടാ അർച്ചന അത് വേണ്ടെന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോ അർച്ചന അതിന് സമ്മതിക്കും. എനിക്ക് ഉറപ്പാത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.